Praise the Lord. Welcome back to the interview time at the Heavenly Worship Center. The interview time is a program that we are presenting with powerful men of God whom we will be interviewing, whom they will be sharing their own viewpoints. They will be sharing about the spiritual aspects that most of you have doubts about. They would be sharing about their gifts from God, about how God could touch you in your lives in different aspects. And many of your questions that you don't see in many of the messages that you see on the media may be answered through these questions, these interview times. And I'm sure that you're going to be blessed amazingly. And today also we have a wonderful man of God here with us called Pastor Sujit from Kerala, from Tiruvalla. He is a young prophet who is being used mightily by the wonderful Savior, and he is really making a wave in new Christianity here, because prophecy is something that many people do not know what it is, and a prophet is a gifted man of God. Today we have seen Pastor Sujit ministering across the world in the Gulf regions, especially where he has been given this prophetic gift where he could call up people's name, he could call up their telephone numbers, he could call up their car numbers even, and tell what God intends them to have in their life, tell what God's plan is there for their life, what intends them to have during these times. And this is amazing the way God is working in him, and we are so happy that we could have Pastor Sujit here spending some prestigious few moments with us, and we thank you, Pastor Sujit, for spending these few moments with us. And I'm sure many of them sitting there, many of the audience there have a lot of aspirations in mind to hear from a young prophet. ഈ ചെറിയ കാലത്ത് തന്നെ പ്രോഫസി എന്നൊരു ഗിഫ്റ്റ് ദൈവം തന്നു, ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. ഞങ്ങൾ പല പ്രോഫസിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ യങ് പ്രോഫറ്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു യൂത്തിനെ സംബന്ധിച്ചോളം ഇപ്പൊ പലരും ഈ വചനം തന്നെ പറയാൻ ഇപ്പൊ തന്നെ ഒത്തിരി യൂത്തിന് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ lot of young ministers now. ഈ ഒരു പ്രൊഫസി എന്ന ആസ്പെക്റ്റിനെ കുറിച്ച് പലർക്കും ഒരു വലിയൊരു ഐഡിയ ഇല്ല. അപ്പൊ what do you think is prophecy? എങ്ങനെ പാസ്റ്റർ പ്രൊഫസിയെ കുറിച്ച് എങ്ങനെ ആൾക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? പ്രൊഫസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഫറ്റിന്റെ മിഷൻ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ ഇതിന് മുഖാന്തരം ഒരുക്കിയ ഹെവൻലി മീഡിയയോടും കർത്താവിദാസൻ സാജു പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. ഏറ്റവും വലിയൊരു പ്രവാചകനെ ഞാൻ കണ്ടതാണ്, ഏറ്റവും വലിയൊരു മുഖാന്തരമായത് മറ്റാരുമല്ല, യേശു അത്രേ. യേശു അകത്ത് വന്നതുകൊണ്ട് യേശു സംസാരിക്കുന്ന കാര്യങ്ങൾ ജനത്തോട് പറയുവാൻ എനിക്ക് ഇടവരുത്തുന്നത് അവിടുത്തെ കൃപയത്രേ. യേശുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രവചനം. ഇതൊരു പ്രൊഫസി ആസ്പെക്ട് ആദ്യം നമുക്ക് ഒരു പ്രൊഫസിയുടെ ഒരു ഗിഫ്റ്റ് ദൈവം തന്നു എന്ന് നമ്മൾക്ക് കൺഫർമേഷൻ എങ്ങനെ കിട്ടിയത്? എങ്ങനെയാണ് ദൈവം ഇങ്ങനെ ഒരു പ്രോഫറ്റിക് മിനിസ്ട്രി നമുക്കുണ്ട്, അല്ലെ പാസ്റ്ററിനുണ്ട് എന്ന പാസ്റ്ററിന് ഒരു ഇത് കിട്ടിയത്? പാസ്റ്റർ ആദ്യമായിട്ട് ഒരു പ്രോഫറ്റിക് പാസ്റ്റർ ഓർക്കുന്നുണ്ടെങ്കിൽ വിൽ യു ബി ഏബിൾ ടു ഷെയർ വിത്ത് us? എൻ്റെ ജീവിതത്തിൽ ഈ പ്രവചന വരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കൊതി എൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്ന കാര്യങ്ങൾ ഷൗമലിനോട് ദൈവം സംസാരിച്ചു, ചെറുപ്പത്തിലെ ദൈവം ഇടപെട്ടു. ഏലി പറഞ്ഞു, നീ കേൾക്കുന്ന ശബ്ദത്തിന് വേണ്ടി അടിയൻ ഇതാ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. എന്നാൽ എൻ്റെ ചെറുപ്പം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കയറിയ സമയത്ത്, യൗവനത്തിലേക്ക് കയറിയ തുടക്കത്തിൽ കർത്താവിനോട് വളരെ ആഗ്രഹമായിരുന്നു, ഈ ശബ്ദം കേൾക്കണമെന്നുള്ള കൊതിയായിരുന്നു. വചനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, വാഞ്ചിച്ചാൽ ഇത് നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ളൊരു വാഞ്ചയാണ് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവ വാഞ്ച കണ്ടെനിക്ക് കിട്ടിയ ദൈവം എനിക്ക് തന്നത്. പക്ഷേ എൻ്റെ തുടക്കത്തിൽ മീറ്റിങ്ങുകൾ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി ഓരോരുത്തരെ ദൈവം എനിക്ക് കാണിച്ചു തരികയും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ശബ്ദം അറിയിക്കുവാനും ഒക്കെ ദൈവം ഇടവരുത്തിയിട്ടുണ്ട്. ആദ്യ സമയത്ത് പ്രവചനം പുറത്തു വന്നപ്പോൾ, എന്നിലൂടെ ദൈവം ചെയ്തപ്പോൾ, യഥാർത്ഥത്തിൽ ആ ഒരു പ്രത്യേക ഒരു കരച്ചിലാണ് എനിക്ക് വന്നത്. കാരണം യേശു എന്നെ ഇതിനു വേണ്ടി കണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എത്ര ശ്രമിച്ചാലും എനിക്ക് മതി വരത്തില്ലായിരുന്നു. ആദ്യത്തെ ഒരു പ്രവചനം ദൈവം തരുന്നതായിട്ടുള്ള പ്രശ്നം ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ദൈവം അത് ഉപയോഗിക്കുന്നത് എപ്പോഴാണുള്ളത്? അത് ഓർക്കുന്നില്ല. കാരണം ചെറുപ്പത്തിൽ
ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഭവനത്തിലെ കാര്യങ്ങൾ എന്നോട് ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കളുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അവരെന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു തന്നിട്ടുള്ളത്. ചെറുപ്പത്തിലെ ദൈവം അങ്ങനെ കണ്ടെന്നുള്ളത് വളരെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് പോലും മനസ്സിലായത്. ആമേൻ. അപ്പോൾ ഒരു ഗിഫ്റ്റ് ഉള്ളിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു കൺഫർമേഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ആമേൻ, ആമേൻ. ഈ പാസ്റ്റർ ഇവിടെ വന്ന് ഞങ്ങളോട് മിനിസ്റ്റർ ചെയ്ത സമയത്താണെങ്കിലും ഈ ഒരു ആൾക്കാരെ കുറിച്ചുള്ള ദൂത് നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ ചേർച്ച് വന്ന് കൂടുതൽ മെസ്സേജിനെക്കാട്ടി കൂടുതൽ ദൂത് ഓൺലൈനായിട്ട് ദൈവം തന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ആൾക്കാരുടെ ടെലിഫോൺ നമ്പർ വിളിച്ച് പറയാം, അല്ലെങ്കിൽ ആൾക്കാരുടെ പേര് വിളിച്ച് തന്നിട്ട് അവരെ കുറിച്ച് ദൂത് പറയുന്നു, പലരെയും മുന്നോട്ട് കൊണ്ടുവരിക. അപ്പം പലരെ ടച്ച് ചെയ്ത് ഭയങ്കരമായിട്ട് അവരെ എൻലൈറ്റൻ ചെയ്ത കാര്യം. പക്ഷെ ഇതില് ചില ആൾക്കാർക്ക് ഒരു ഫീലിംഗ് വരും, ദൈവമേ എന്റെ പേര് വിളിച്ചില്ലല്ലോ, ഇനി എന്റെ പേര് ദൈവമേ എന്റെ ദൈവത്തിന്റെ ലിസ്റ്റിലില്ലേ. അപ്പൊ ഈ ദൂത് പറയുന്ന എന്തുകൊണ്ടാണ് ആ സമയത്ത് ദൈവം കുറച്ച് പേരോട് മാത്രം ദൂത് പറയുന്നതാണ്, അതോ ഇത് സ്ട്രോങ് ആയിട്ട് ദൈവം പലരെയും അന്ന് അപ്പോഴത്തേക്ക് ദൈവം പലർക്കും വേണ്ടിയുള്ള ദൂത് തരുന്നതാണോ, അതോ ഇസ് ഇറ്റ് ദാറ്റ് ചിലരുടെ പേര് ആ സമയത്ത് വിളിക്കാതിരിക്കുന്നത്? അത് ചിലർക്ക് ഈ ഒരു വിഷമമുണ്ട്, എന്തുകൊണ്ട് എന്റെ പേര് വിളിച്ചില്ല, അവർ ദൈവത്തിന്റെ ലിസ്റ്റിന് ഔട്ടായിട്ടൊന്നും അല്ലല്ലോ. അത് എന്താണ് അതിന്റെ ഒരു ഉദ്ദേശം? ദാറ്റ് ഓൺലി ഫ്യൂ പീപ്പിൾ ആർ ബീങ് കോൾഡ്. പ്രവാചകനെ ദൈവം ഓരോ സ്ഥലത്ത് ഓരോ സമയത്ത് അയക്കുന്നത് ദൈവത്തിന് ഓരോ ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ പ്രവാചകനിലൂടെ ദൈവം അറിയിക്കുകയാണ്. ആ സമയത്ത് ഓരോ യാത്രയിലും ഓരോ ലക്ഷ്യങ്ങളാണ് ദൈവത്തിന് പ്രവാചകനിലൂടെ സഭയോടാണെങ്കിലും ദേശത്തിനോടാണെങ്കിലും അറിയിക്കാനുള്ളത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് സകലരോടുമുള്ള ഏറ്റവും വലിയ ദൂത്. എന്നാൽ സ്പെഷ്യലി ചിലരോട് പ്രത്യേകമായിട്ട് ആ ടൈമിൽ കർത്താവിനോട് പറയേണ്ടതുള്ളത് കൊണ്ടാണ് പേര് വിളിച്ചും അവരുടെ നമ്പറുകൾ പറഞ്ഞും മൊബൈൽ നമ്പറുകൾ പറഞ്ഞും ദൈവം അവരെ മുമ്പോട്ട് വിളിക്കാൻ കാരണം പ്രത്യേകമായ ചില കാര്യങ്ങൾ ടൈമിൽ അവരോട് പറയാനുള്ളത് കൊണ്ടാണ്. എന്നാൽ വചനമാകുന്ന പ്രവചനമാണ് എല്ലാവരോടുമുള്ള ഏറ്റവും വലിയ ദൂത്. അത് സകലരോടും എല്ലായ്പ്പോഴും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ആമേൻ. അതുകൊണ്ട് ഒരാളുടെ പേര് വിളിച്ചില്ല ആളെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം അവരെയും സ്നേഹിക്കുന്നു. പക്ഷെ ഒരുപക്ഷെ മറ്റുള്ളവരോട് കൂടുതലും പറയേണ്ട ഒരു ടൈം ആയതുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത്. ഓക്കെ. ഈ പ്രവചനം നമുക്ക് ഇത് കൂടുതലും പ്രവചനം കേൾക്കാനായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ദൈവം പോസിറ്റീവായിട്ട് പ്രവചിക്കത്തുള്ളൂ, അതോ ഇസ് ഇറ്റ് ദാറ്റ് ഒരു നെഗറ്റീവ് പ്രവചനം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചനം എന്ന് പറയുന്നത് ആശ്വാസത്തിനും പ്രബോധത്തിനും ആത്മീയ വർധനത്തിനുമാണ്. എന്നാൽ പോലും പൗലോസിനോട് പറയുന്നുണ്ട്, അഗബോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ, ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇന്ന അവസ്ഥ ഉണ്ടാകും. ഈ വസ്ത്രത്തിന്റെ ആ വ്യക്തി ആരാണോ, ഈ വ്യക്തി ഇന്ന ലെവലിൽ അവിടെ ബന്ധിക്കപ്പെടാൻ പോവുകയാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദൂതല്ല. പക്ഷെ പൗലോസിന് അറിയാമായിരുന്നു ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് അവിടെ വേണ്ടി എന്താണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ ചിലപ്പം ചില വ്യക്തികൾക്ക് വേണ്ടി അത് നെഗറ്റീവായിട്ട് തോന്നാം, പക്ഷെ അവസാനം അത് നല്ലതായിട്ട് തീരത്തുള്ളൂ. അതൊരു നല്ല കാര്യമാണ്. കാരണം പ്രൊഫസി ചിലരെ ഒരു പ്രോഫിറ്റ് വരുന്നതുകൊണ്ട് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് അയ്യോ എല്ലാം വിളിച്ച് പറയുമോ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഈ എന്തെങ്കിലും മോശമായിട്ട് പറയാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അതൊരു വേറൊരു ഒരു വ്യൂ പോയിന്റ് ആൾക്കാർ എടുക്കുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പാസ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് ഞാനത് ഇപ്പൊ തന്നെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ പറയാം. ഈ പ്രൊഫസി എന്ന് പറയുമ്പോൾ ഒരു പ്രോഫിറ്റ് വരുന്ന രണ്ട് തരത്തിലുള്ള ആൾക്കാർ. ഒന്ന് നോൺ ക്രിസ്ത്യൻസ്, അതായത് ക്രിസ്ത്യൻസ് അല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി യേശുവിനെ അറിയാത്തവർ, ബൈബിൾ അറിയാത്തവർ. രണ്ടാമത്തെ ഒരു വ്യക്തി, അങ്ങനെ ആൾക്കാർ പറയുന്നത് ഇത് നമ്മുടെ ആ കൂട്ടത്തിലും ആൾക്കാരുണ്ട്, ഭാവിയും ഭൂതവും ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ നാളത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാർ. അവർ ആസ്ട്രോളജിയോ മറ്റ് രീതിയിലുള്ള ഓരോ സ്കിൽസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവർക്ക് ഫ്യൂച്ചർ പറയാൻ പറ്റുന്നുണ്ട്. അവർ ഇപ്പോഴത്തെ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രോഫസിയുടെ ആവശ്യമില്ല എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടര് ഈ ട്രഡീഷണൽ ക്രിസ്ത്യൻസ് ആണ്. ട്രഡീഷണൽ ക്രിസ്ത്യൻസ് പറയുന്നത് നമ്മുടെ ബൈബിളിൽ പറയുന്നത് ഈ സൂട്ട് സേയേഴ്സും ഭാവി പറയുന്ന ആൾക്കാരെ ഒന്നും കാണാൻ പാടില്ലാണ്. അവർ വിചാരിക്കുന്ന പ്രോഫസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഫ്യൂച്ചർ പറയുന്ന ആൾക്കാരാണെന്നുള്ള ഫീലിംഗ് ആണ്. ഈ പ്രൊഫസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ഡിസ്റ്റിങ്ഷൻ ചെയ്താലല്ലേ നമുക്ക് ശരിക്കും ദൈവത്തിന്റെ വചനം നമുക്കറിയാം. പക്ഷെ പാസ്റ്ററിന്റെ ഇതിൽ എങ്ങനെ, ഹൗ ഡു യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദിസ് ആസ്ട്രോളജി ഓർ ഫ്യൂച്ചർ ടെല്ലിംഗ് ആൻഡ് പ്രൊഫസി? ആസ്ട്രോളജി ആണെങ്കിലും ഫ്യൂച്ചർ ടെല്ലിംഗ് ആണെങ്കിലും അതിന്റെ എല്ലാം പുറകിൽ ഒരു ദുരാത്മാശാലിന്യമാണ് ഉള്ളത്. എന്നാൽ ബിബ്ലിക്കൽ പ്രൊഫസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആകമാനം യേശുവാണ്. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അത് രോഗശാന്തിയെ കുറിച്ചാണെങ്കിലും ശാപം മാറുന്നതിനെ കുറിച്ചാണെങ്കിലും എല്ലാം അതിന്റെ ആകെ നിറഞ്ഞു നിൽക്കുന്നത് യേശുവായിരിക്കും.
രണ്ടാമത്, ഇതിനുവേണ്ടി പ്രത്യേകമായ ആളുകൾ ഒന്നും മുതൽ മുടക്കേണ്ട ആവശ്യമില്ല. ഇത് കാൽവറിയിലൂടെ യാഗമായ യേശുവിൽ കൂടി ആയതുകൊണ്ട് ഇതെല്ലാം ഫ്രീ ആണ്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ജനത്തിന് നമുക്കറിയാം, വചനം പറയുന്നുണ്ട് ദിൽ ബി ടീച്ചർ, ദിൽ ബി പ്രോഫിറ്റ്സ്, അങ്ങനെ ഒരു ഗിഫ്റ്റഡ് ആൾക്കാരുണ്ടെന്നുള്ളത്. പക്ഷെ പിള്ളേരുടെ മനസ്സിലൊരു ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ പ്രോഫസി ഈ സൂട്ട് സെയിങ് ആണോ, പ്രോഫസി ഫ്യൂച്ചർ ടെല്ലിംഗ് ആണോ എന്നുള്ളത്. അപ്പൊ അത് പാസ്റ്ററിന് തീർച്ചയായിട്ടും പാസ്റ്റർ ക്ലാരിഫൈ ചെയ്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വേറൊരു കാര്യം പറയുന്നത്, പാസ്റ്റർ ഈ വെൻ യു സേ പ്രോഫസി, നമ്മൾ പ്രോഫസി പറയുന്ന സമയത്ത് പാസ്റ്റർ പ്രൊഫറ്റിക് ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥന സമയത്ത് എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും ഒരു പ്രൊഫസി ഉണ്ടാവും. അതായത് ദൈവം എപ്പോഴും ദൂത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? Will you be able to tell them what God intends? എല്ലാ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ആ വ്യക്തികളെ കുറിച്ച് പ്രത്യേകമായ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. ചിലപ്പോൾ ഒരു വേടായിരിക്കാം അവരുള്ള പ്രവചനമായിട്ട് വരുന്നത്. ചിലപ്പോൾ അതിന് പ്രത്യേകമായി അവരുടെ സാഹചര്യത്തിൽ തൊടുന്നുള്ള ദൂതായിരിക്കാം. ദൈവം അറിയിക്കുന്നത് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ദൈവം അങ്ങനെ ഒരു ഓൺലൈൻ വ്യൂ പോയിന്റ് തന്നെങ്കിൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതെ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അവരെ വിടുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പൊ ഇത് ശരിക്കും പ്രൊഫസി ഈസ് എ ഗിഫ്റ്റഡ് അനോയിന്റിംഗ് ദാറ്റ് യു ഹാവ്. അത് ദൈവത്തിൽ നിന്ന് നമ്മള് എന്ത് ദൈവത്തിന് ദൈവജനങ്ങളോട് പറയാനുണ്ടോ അത് പറയാനായിട്ടുള്ള അവസരമാണ് പ്രൊഫസി എന്ന് പറയുന്നത്. ഗ്രേറ്റ്. നമ്മള് ഈ ചർച്ചില് നമുക്കിവിടെ പാസ്റ്റർ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് ഒരു ദിവസം ഉണ്ടായി നമുക്ക് നല്ല അനുഗ്രഹമായിരുന്നു. അപ്പൊ ഈ നമുക്ക് ചർച്ചിനെ കുറിച്ച് വാട്ട് യു ഫീൽ അബൌട്ട് ദ ലീഡർഷിപ്പ്? വാട്ട് വാസ് യുവർ ഇംപ്രഷൻ അബൌട്ട് ദ ചർച്ച്? ഞാൻ ആദ്യമായിട്ടാണ് ഹെവൻലി വർഷിപ്പ് സെന്ററിൽ വരുവാൻ ദൈവം ഇടവരുത്തിയത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു ദാഹമുള്ള, എരിവുള്ള ഒരു അഭിഷിക്തനെയും ഒരു കൂട്ടത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരു വളരുന്ന സഭയായി കർത്താവ് ഇതിനെ മാറ്റുമെന്ന് ദൈവാത്മാവ് ഇവിടെ കാല് ചവിട്ടിയപ്പോൾ തന്നെ ദൈവനോട് പറഞ്ഞു. അതിന് മുഖാന്തരം കർത്താവ് ഒരുക്കും. ഈ സഭയോട് പാസ്റ്ററിന് ഒരു പ്രൊഫസി കൊടുക്കാനുണ്ടോ? ഈ സഭ ഈ ബഹറിൽ നിൽക്കുന്ന സഭയായി തീരത്തില്ല. ഈ സഭ പന്തലിച്ച് UK പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇതിന്റെ ശീലങ്ങൾ വരുന്ന സഭയായിട്ട് വരുന്ന നാളുകളിൽ കർത്താവ് ഇതിനെ മാറ്റി അനേകരെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ, യേശുവിനെ എത്തിക്കുവാൻ തക്കവണ്ണം ഇവിടുത്തെ യൂത്തിനെ കർത്താവ് പിടിക്കുവാൻ കർത്താവ് ഇടവരുത്തും. That is so glorious, wonderful to hear, Pastor. പക്ഷേ ഒരു ഓഡിയൻസിനോട് പറയാനാണെങ്കിൽ നമ്മൾ ദൈവം പറയുന്ന ഏറ്റവും വലിയ പ്രവചനം എന്താണ്? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രൊഫസി ദാറ്റ് യു വുഡ് ലൈക്ക് ടു ടെൽ ദം? ഏറ്റവും വലിയ പ്രവചനം ഞാൻ മനസ്സിലാക്കിയത് മുഴുവൻ മാനവകുലത്തിനും വേണ്ടി, മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി, അവരുടെ ശാപത്തിനും വേണ്ടി, രോഗത്തിനും വേണ്ടി, സകലത്തിനും വേണ്ടി ഒരുവൻ ഈ ഭൂമിയിൽ വന്നു. ആ വ്യക്തിയുടെ പേര് യേശു അത്രേ. ആ യേശു നമുക്ക് സകലർക്കും വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ യേശു വീണ്ടും വരും. അതാണ് ഏറ്റവും വലിയ പ്രവചനം. Praise the Lord. Amen. Thank you, Pastor. ഈ കുറച്ച് ചുരുക്ക സമയങ്ങളിൽ തന്നെ പലരുടെയും കണ്ണുകൾ ഈ പ്രൊഫസിയെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണയും മാറിയിട്ട് പ്രൊഫസി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. Thank you, Pastor, for this brief, wonderful moments together. That was Pastor Sujit, and we had some wonderful time with him here, and I'm sure most of your doubts regarding prophecy, about your misunderstanding of prophecy have been gone across, and I'm sure that God is going to touch you with these prophetic words in the days ahead, and God is going to bless His ministry in abundant ways. And we are here again at the Interview Time at the Heavenly Worship Center. Interview Time is a program that we are organizing here so that we could have some men of God with whom we could share few wonderful moments together. And when we speak, I'm sure many of your doubts regarding the Word of God, many of the about what God intends to do for you to have a Christian life, all those aspects, many of things could be clear, and you will be blessed through these sessions. So please tune in for the interview times very often. Before we leave in, we would want our Pastor Sujit to pray for you, and next time I'm going to sign off right now, but we will be tuning in back again with another wonderful man of God shortly. I hope you will all be praying for the Heavenly Media Ministry, Heavenly Worship Center, and this interview time. And right now we will have Pastor Sujit praying for you. Please devote yourself for prayer for a while. കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെ ഈ TV-യിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ മോചിതരായി തീരുവാൻ, അനേക ദുഃഖിതർക്ക് ആശ്വാസം നേടുവാൻ തക്കവണ്ണം യേശു ചില ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇപ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു,
അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കുന്ന ജിജു എന്ന വ്യക്തിക്ക് വേണ്ടി 8-ൽ പരം വർഷം ഗ്രീൻ കാർഡ് കിട്ടാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം ചെയ്യുമെന്ന് ദൈവാത്മ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല ഹൃദയങ്ങളിലും യേശുവിനെ കുറിച്ചുള്ള ഒരു എരിവും തീഷ്ണതയും ദാഹവും അധികമായി ഉണ്ടാകുവാൻ ലോക ഉണർവിലേക്ക് ഇത് കാണുന്നവർ പിടിക്കപ്പെടുവെന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.